സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 3 വൈകിട്ട് 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. സംഗീതം, നൃത്ത, വാദ്യഘോഷങ്ങളോട് സെപ്റ്റംബർ 9 വരെ വിപുലമായ പരിപാടികളോടെയാണ് ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ശ്രീ ജി ആർ അനിൽ, ബഹുമാനപ്പെട്ട എം പിമാർ, ബഹുമാനപ്പെട്ട MLA മാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ടൂറിസം സെക്രട്ടറി കെ ബിജു, ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ, JM രവി എന്നിവർ മുഖ്യാതിഥികളാകും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നിശാഗന്ധിയിൽ മ്യൂസിക് നൈറ്റ് അരങ്ങേറും. വൈവിധ്യപൂർണമായ ഓണാഘോഷ പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്. ദീപാലങ്കാരവും ഘോഷയാത്രയും കലാപരിപാടികൾ ഉൾപ്പെടെ മുൻവർഷത്തേക്കാൾ വിപുലമായി നടത്തും. കേരളത്തിൻ്റെ പരമ്പരാഗതവും തനിമ തുടിക്കുന്നതുമായ കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും സംഗീത, നൃത്യ വിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളും ഓണവാരാഘോഷത്തിന് മാറ്റുകൂട്ടും. സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം, ഗ്രീൻഫീൽഡ്, ശംഖുമുഖം, ഭാരതഭവൻ, ഗാന്ധി പാർക്ക്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, മ്യൂസിയം കാമ്പൗണ്ട് തുടങ്ങിയ 33 വേദികളിലാണ് തിരുവനന്തപുരത്ത് കലാപരിപാടികൾ അരങ്ങേറുക. പ്രമുഖർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കും. വർക്കല ടൂറിസം കേന്ദ്രത്തിലും നെടുമങ്ങാടും വിപുലമായ പരിപാടികൾ അരങ്ങേറും. പ്രത്യക്ഷമായും പരോക്ഷമായും 10,000-ഓളം വരുന്ന കലാകാരന്മാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. നാളെ ഓഗസ്റ്റ് 31 വൈകിട്ട് 5-ന് കനകക്കുന്നിൽ ഓണാഘോഷത്തിൻ്റെ പതാക ഉയർത്തും. ഓണം ട്രേഡ് ഫെയർ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2-ന് കനകക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന പ്രദർശന വടംവലിയിൽ ബഹുമാനപ്പെട്ട MLA മാർ, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും.